നമ്മൾ മേൽഭാഗത്ത് കാണൂല, അടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് വേര് ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ചെടി നടാൻ വേണ്ടി പോകുകയെന്നുണ്ടെങ്കിൽ അതേപോലെ ഗ്രോ ബാഗ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു 4-5 ഹോളും താഴത്തെ ഒരു ഹോളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഡൗട്ടുകൾക്ക് മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കീടനാശിനി, ഇപ്പോൾ വേപ്പണ മിശ്രിതം അതുപോലെ മറ്റു കീടനാശിനികളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ സോപ്പ് ലായനി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അത് ചില സോപ്പ് ലായനി ഒരു 2 ml 5 ml ഒക്കെ പലരും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ ചിലർ ഗമ്മ് മറ്റേ ഈ കീടനാശിനിയിലൊക്കെ മിക്സ് ചെയ്യുന്ന ഗമ്മ് നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചോദിച്ചിട്ടുള്ള ഇതാണ്, നമ്മളിപ്പോൾ ഈ NPK 19 അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഫോളിയറായിട്ട് കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ, ഈ വളത്തിൽ നമ്മൾ ഇതേപോലെ സോപ്പ് ലായനി ആഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഒരു അതിരാവിലെ ഒരു 7 മണി സമയത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് അപ്പം തന്നെ ആ ചെടി വലിച്ചെടുക്കും. ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെടി വലിച്ചെടുക്കും. പിന്നീട് ആ വളം അവിടെ നിലനിൽക്കൂല. കാരണം ബാക്കിയുള്ളത് ബാഷ്പീകരിച്ച് പോവുക, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ അവിടെ വളം നിലനിൽക്കൂല. ആ സ്പോട്ടിൽ തന്നെ ഒരു 3 മണിക്കൂറിനുള്ളിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഈ സോപ്പ് ലായനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവിടെ കുറച്ച് കാലമെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതലെങ്കിലും അവിടെ പറ്റി പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് ലായനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളത്തിൽ നമ്മളൊരു കാരണവശാലും സോപ്പ് ലായനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വേപ്പണ മിശ്രിതമോ അല്ലെങ്കിൽ മറ്റു കീടനാശിനിയിലൊക്കെ നമ്മൾ സോപ്പ് ലായനിയോ അല്ലെങ്കിൽ ഗമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ്? അത് അവിടെ പറ്റി പിടിച്ചിട്ട് കുറച്ച് ഒന്നിലധികം ദിവസമെങ്കിലും അതിൻ്റെ ആ ബാഡ് സ്മെല്ല് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സോപ്പ് ലായനിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളത്തിൽ ഫോളിയറായിട്ട് കൊടുക്കുന്ന വളത്തിൽ നമ്മളൊരു കാരണവശാലും സോപ്പ് ലായനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ മഴക്കാലത്ത് ആ സുഹൃത്ത് ജൈവ സ്ലറികൾ മാത്രമാണ് മണ്ണിൽ കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് ഫോളിയറായിട്ട് നമുക്ക് ഇലകളിൽ NPK അല്ലെങ്കിൽ അതേപോലത്തെ NPKൻ്റെ പല റേഷ്യുള്ള വളങ്ങളുണ്ടല്ലോ, ഫോളിയർ വാട്ടർ സോള്യൂബിൾ ആയിട്ടുള്ള, ഇത് മാത്രം കൊടുത്തും കൊണ്ട് നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റും. വെച്ചാൽ ഖരാവസ്ഥയിലുള്ള വളം മണ്ണിൽ കൊടുക്കാതെ, ഇത് പോട്ടിൽ വെച്ച ചെടിക്കാണ് കേട്ടോ ചോദിക്കുന്നത്, മണ്ണിൽ വെച്ചതിനല്ല. അപ്പോൾ പോട്ടിൽ വെച്ച ചെടിക്ക് ഖരാവസ്ഥയിലുള്ള വളം കൊടുക്കാതെ ഇതേപോലെ ജൈവ സ്ലറി അല്ലെങ്കിൽ ഫോളിയർ മാത്രം കൊടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെടികൾക്ക് പോഷകക്കുറവ് നല്ല രീതിയിൽ വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജൈവ സ്ലറി, നല്ല മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ട് കോഴിക്കോടൊക്കെ, പക്ഷെ നല്ല കുത്തിയൊലിച്ച് മഴ പെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്തതിനോട് യാതൊരു കാര്യം ഉണ്ടാവില്ല. കാരണം അതേപടി തന്നെ ഒലിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഖരാവസ്ഥയിൽ നമ്മൾ വളമിട്ട് കൊടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചെടികൾക്ക് കിട്ടില്ല. കാരണം ഒരുപാട് ഈ മഴ പെയ്യുന്ന കാരണം ഒലിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ചെങ്കിലും അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഖരാവസ്ഥയിൽ വളമിട്ട് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ജൈവ സ്ലറി മാത്രം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. കൂടുതലായിട്ടും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അതേപോലെ നമ്മൾ ഫോളിയറായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, മഴയുള്ള ടൈമിൽ നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ കൊടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫോളിയർ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും കൃഷി ചെയ്യാനും പറ്റില്ല. കാരണം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കറക്റ്റ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളിയർ ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും കൊടുക്കണം, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴേക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന ടൈമിലായിരിക്കില്ല ചെടിക്ക് ആവശ്യം, അതിന് മുന്നോടിയായിട്ടൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ആ മുന്നോടിയായിട്ട് പോഷകങ്ങൾ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൽ ഖരാവസ്ഥ കൊടുക്കുമ്പോഴാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ മണ്ണിൽ ഖരാവസ്ഥയിൽ നമ്മൾ വളം കൊടുത്തിട്ട് അത് ലയിച്ച് ലെയർ പോകുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടും. അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ജൈവ സ്ലറിയും അതേപോലെ ഫോളിയറും കൊടുക്കുമ്പോഴാണ് നമ്മളെ കൃഷി കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒറ്റത്രേ ഉള്ളൂ, നമ്മൾ ജൈവ സ്ലറി അതേപോലെ ഫോളിയറായിട്ട് കൊടുക്കുന്നത്. ഇത് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 100% നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഖരാവസ്ഥയിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലേശം വളം മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ മണ്ണ് അസിഡിക് ആണെങ്കിൽ ഒന്ന് ന്യൂട്രലാക്കി കൊടുക്കുക. ഓക്കെ, അതിന് സപ്പോർട്ടായിട്ട് ജൈവ സ്ലറി ഫോളിയർ നമ്മൾ കൊടുത്തു പോവാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ മഴക്കാലത്താണ് നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഗ്രോ ബാഗ് പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗ്രോ ബാഗൊക്കെ നമുക്കിപ്പോൾ റെഡിമെയ്ഡ് HDP ഗ്രോ ബാഗൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 3 ഹോളുകളൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ ഹോളുകൾ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ പ്രസ്സായി നിൽക്കുന്നതിനെ കൊണ്ടൊക്കെ ആ ഹോളുകൾ അടയാം.
അപ്പോൾ മഴക്കാലത്ത് മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെയാണ് ഗ്രോ ബാഗ് പോട്ടൊക്കെ വെച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോളുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ നമ്മൾ മേൽഭാഗത്ത് കാണൂല, അടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് വേര് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ചെടി നടാൻ വേണ്ടി പോകുകയെന്നുണ്ടെങ്കിൽ അതേപോലെ ഗ്രോ ബാഗ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു 4-5 ഹോളും താഴത്തെ ഒരു ഹോളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ പോട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ഹോളുണ്ട്, അപ്പോൾ ആ ഹോളൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചുരണ്ടി ഒന്ന് ലെവലാക്കി കൊടുക്കുക. മഴക്കാലത്തിന് മുന്നോടിയായിട്ടും നട്ട ചെടികളെ ഗ്രോ ബാഗുകളും ഹോളുകളൊന്നും റെഡിയാക്കില്ല എന്നുണ്ടെങ്കിൽ ഹോളുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെടി ചീഞ്ഞ് പോകാൻ ചാൻസ്. നമ്മൾ മേലെ നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല, പക്ഷെ അടിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നമ്മളിങ്ങനെ തൊട്ട് വയ്ക്കാതെ അപ്പോൾ പഞ്ഞി പോലെ ഇങ്ങനെ അമരനെ കാണാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലമാണ്, കീടശല്യം കുമിൾ രോഗങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇപ്പോൾ കീടനാശിനി ജൈവരൂപത്തിൽ വെച്ചാൽ വേപ്പണ മിശ്രിതമൊക്കെ ഒരു 5 ദിവസം കൂടുമ്പോൾ മുടങ്ങാതെ അടിച്ചു കൊടുക്കുക. അതേപോലെ സ്യൂഡോമോണസും അതേപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടങ്ങാതെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കുമിൾ രോഗം കീടശല്യമൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്